നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബവഴക്കിനിടെ മകൻ വലിച്ചെറിഞ്ഞ മാതാവ് മരണപ്പെട്ടു. മരിച്ചത് അലവിൽ പള്ളിയാമൂലയിലെ വി ശാന്ത. കരുതലിന്റെ ചക്രങ്ങൾ ഉരുളുന്നു. തലശ്ശേരി MCC റൂട്ടിൽ KSRTCയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കം. പൊന്നം ഏഴരക്കണ്ടത്ത് കളരിപ്പയറ്റിന്റെ വിസ്മയം തുടരുന്നു. രണ്ടാം ദിനത്തിലും പൊടിപാറുന്ന പ്രദർശനം. മാലൂരിൽ എക്സൈസിന്റെ ചാരായ വേട്ട. മാലൂർ പൂവത്താർകുണ്ട് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ 60 ലിറ്റർ ചാരായം പിടികൂടി. വാർത്തകൾ വിശദമായി. കുടുംബ വഴക്കിനിടെ മകൻ വലിച്ചെറിഞ്ഞ മാതാവ് മരണപ്പെട്ടു. അലവിൽ പള്ളിയാമൂലയിലെ വി ശാന്തയാണ് മരിച്ചത്. വധശ്രമക്കേസിൽ മകനായ അലവിൽ പള്ളിയാമൂല ലക്ഷംവീട് കോളനിയിലെ വി സജീവനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ മാസം 11-ന് രാത്രിയായിരുന്നു സംഭവം. കസേരയിൽ ഇരിക്കുകയായിരുന്ന വയോധികയായ മാതാവിനെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ശാന്ത AKG ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വധശ്രമക്കേസിൽ മകനായ അലവിൽ പള്ളിയാമൂല ലക്ഷംവീട് കോളനിയിലെ വി സജീവനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. മാതാവ് മരിച്ചതോടെ വധക്കേസ് സജീവനെതിരെ ചുമത്തി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ റൂട്ടിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി സൗജന്യ യാത്രാ സൗകര്യം ഈ സർവീസിൽ ലഭ്യമാകും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി സൗജന്യ യാത്രാ സൗകര്യം ഈ സർവീസിൽ ലഭ്യമാക്കും. പുതിയ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ S മുഹമ്മദ് ബഷീർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KP സുഭാഷ്, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ PV രാഹിത്ത് എന്നിവർക്കൊപ്പം ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നാട്ടുകാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചികിത്സക്കായി MCCയിലേക്ക് എത്തുന്ന ക്യാൻസർ രോഗികൾക്ക് ഈ സൗജന്യ യാത്രാ പദ്ധതി വലിയ ആശ്വാസമേകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹായകരമാകുന്നതാണ് പദ്ധതി. തലശ്ശേരി മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം മാനവികത മുൻനിർത്തിയുള്ള സാമൂഹ്യ ഉത്തരവാദിത്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് KSRTC ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്യം ഗോപാലൻ സ്മാരക വായനശാല, പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന് പൊന്നം ഏഴരക്കണ്ടത്തിൽ തിരിതെളിഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പൊന്നത്തങ്കം എന്ന വാക്ക് ലോകശ്രദ്ധയിലേക്ക് വളർന്നുവെന്നും കളരി അക്കാദമി വരുന്നതോടെ നാടിന്റെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്നും സ്പീക്കർ പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്യം ഗോപാലൻ സ്മാരക വായനശാല, പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന് പൊന്നം ഏഴരക്കണ്ടത്തിൽ തിരിതെളിഞ്ഞു. പൊന്നത്തങ്കം എന്ന വാക്ക് ലോകശ്രദ്ധയിലേക്ക് വളർന്നുവെന്നും കളരി അക്കാദമി വരുന്നതോടെ നാടിന്റെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ട് ആവുമെന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ പറഞ്ഞു. സ്മാരക വായനശാലയും ഫോക്ലോർ അക്കാദമിയും സംയുക്തമായി തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ഒരു തൃശ്ശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കും വിധം ഏത് കോണിൽ ആളുകൾക്കും ഇവിടെ എത്തിച്ചേരാൻ ഇത് പൂർണ്ണമായ ഒരു ഗ്രാമമാണ്. ഇവിടത്തേക്ക് ഒഴുകിയെത്തിക്കാൻ സാധിച്ചത് ഞങ്ങൾ വലിയ വിജയമായി കാണുകയാണ്. ഇനി അങ്ങോട്ട് 7 ദിവസം പൊന്നത്തുകാർക്കല്ല, ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ളവർക്കും സോഷ്യൽ മീഡിയയിൽ കാണാനും ഒപ്പം നേരിട്ട് വന്ന് കാണാനും ആസ്വദിക്കാനും സാധിക്കത്തക്ക നിലയിൽ ഒരു ഫോക്ലോർ ഫെസ്റ്റിവൽ, കളരി ഫെസ്റ്റിവൽ ഞങ്ങൾ ഒരുക്കുന്നു. ഒപ്പം മെഗാ ഇവന്റുകൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇന്നിവിടെ 2 കളരി സംഘങ്ങൾ ഇവിടെ ഏറ്റുമുട്ടുന്നു, പരസ്പരം അയോധന കല പ്രദർശിപ്പിക്കുന്നു. തുടർന്ന് സമാപനം കുറിക്കുന്ന അനാർക്കലി മരക്കാറിൻ്റെ മെഗാ ഇവന്റോട് കൂടിയാണ്. ഓരോ ദിവസവും ഇത്തരം ഇവന്റുകളാണ്.
ആദ്യം കളരി പ്രദർശനം, പിന്നീട് മെഗാ ഇവന്റ്, നാളെ വിധു പ്രതാപിന്റെ മെഗാ ഇവന്റ്. ഇങ്ങനെ വ്യത്യസ്ത ചാനലുകൾ ഞങ്ങളുമായി സംയുക്ത പാർട്ട്ണറായിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലേക്ക് ചാനലുകൾ വരുന്നു, ഞങ്ങളെ സഹായിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നു. പോയ വർഷത്തെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഗവർണറായിരുന്നു. ഇത്തവണ ഈ ചടങ്ങിന്റെ പ്രത്യേകത, സാസ്കി പ്രോജക്റ്റിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ച 25 കോടിയുടെ, അതിൽ പൊന്ന്യത്തെ കളരി അക്കാദമി ഉൾപ്പെടെയുണ്ട്. ആ പൊന്ന്യത്തെ കളരി അക്കാദമിയുടെ ഉൾപ്പെടെയുള്ള സാസ്കി പ്രോജക്റ്റിന്റെ ലോഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 19-ാം തീയതി ഏഴരക്കണ്ടത്തിൽ നിർവഹിക്കുകയാണ്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര കൊടിയേറ്റം നടത്തി. ആകർഷകമായ കൊടിയേറ്റം പൂർണ്ണമായി അടുത്തതായി ഉദ്ഘാടന സമ്മേളനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കണ്ണുമുമ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. 2013 ഉള്ള പോലെയല്ല 15 ഉള്ള പോലെയല്ല 20 ഉള്ള പോലെയല്ല 25, 26. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാറ്റം ഒരു നല്ല മാറ്റമാണ്, ഒരു നല്ല ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ള ഒരു മാറ്റമാണ്. ഇങ്ങനെ ഒരു നല്ല മാറ്റം വരാൻ വേണ്ടി കൂടുതലെല്ലാം ശ്രമിച്ച ഞങ്ങളുടെ ജനപ്രതിനിധികൾ, ഉത്തരവാദിത്വ എല്ലാ ആളുകൾക്കും ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഇപ്പം സ്പീക്കർ അദ്ദേഹം പറഞ്ഞു ഫണ്ടുകൾ എങ്ങനെ വരാൻ പോകുന്നു, പിന്നെ മാഡം പറഞ്ഞു ഞങ്ങളൊരു അക്കാഡമി തന്നെ എങ്ങനെ വരാൻ പോകുന്നു. ശരിയാണ്, എപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി ഞങ്ങൾ ഇതേപോലെ ഒരു പരിപാടി വെറുതെ ഒരു ചടങ്ങ് പോലെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് നടക്കാതിരിക്കുക, അടുത്ത വർഷം വരുമോ വരില്ല അറിയില്ല. ബട്ട് ആ ഒരു ചടങ്ങിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്താൽ, മീൻസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലേക്ക് കൊണ്ടുവന്നാൽ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് നമ്മളുടെ പൊളിറ്റിക്കൽ പ്രോസസ്, ബ്യൂറോക്രാറ്റിക്കൽ പ്രോസസ്, അതേപോലെ നാട്ടുകാരുടെ ഒരു പാർട്ടായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A പ്രദീപ് കുമാർ, ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ്, കേരള ഫോക്ലോർ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മിനി പ്രസാദ്, കതിരൂർ പഞ്ചായത്ത് വാർഡ് അംഗം A സജേഷ്, കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PP ലവ്ലിൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ NB വിനോദ് കുമാർ, A വാസു, സജി മാറോളി, സത്യലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അങ്കത്തട്ടിൽ തിരുവങ്ങാട് CVN കളരി സംഘം, ഗജനാഗ കളരി, തിരുവനന്തപുരം മാരുതി കളരി സംഘം, മലപ്പുറം APM കളരി സംഘം എന്നിവ അവതരിപ്പിച്ച കളരി അഭ്യാസ പ്രകടനവും പൂരക്കളിയും കലാമത്സരമായി കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് ഇതര സംസ്ഥാന ആയോധന കലാരൂപമായ താങ്, അഹം, യനബ, അനാർക്കലി മരക്കാർ ലൈവ് ഷോ എന്നിവ നടന്നു. ഫെബ്രുവരി 16 മുതൽ 22 വരെയാണ് പൊന്നത്തങ്കം. ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വഴിയുള്ള പുതിയ KSRTC ബസ് സർവീസിന് തുടക്കമായി. കാഞ്ഞിരത്തിൻകീഴ് ടൗണിൽ നിന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, ആ കോളേജിലെ വിദ്യാർത്ഥികൾ ആവശ്യമായിരുന്നു ഒരു ബസ്. ആ ബസ്
ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് നടക്കാൻ പോകുന്നത്. ബസ് അനുവദിച്ചു വന്ന കെ വി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തലശ്ശേരി MLA നന്ദി അനുവദിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ച് ഏറെ കാലത്തെ ഒരു ആവശ്യമാണ് നമ്മുടെ കോളേജ് വഴിയുള്ള ഒരു ബസ് റൂട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പലതവണ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു KSRTCയുടെ റൂട്ട് അനുവദിക്കണമെന്ന ആവശ്യവുമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് സ്ഥാപിതമായതിനു ശേഷം 2014 മുതൽ അവിടെ പോവാനും അതുപോലെ തന്നെ അതിന് തൊട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന FHSCയിലേക്ക് ജനങ്ങൾക്ക് എത്താനെല്ലാം പറ്റാവുന്ന രീതിയിൽ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായ ഈ സർവീസ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണെന്ന് സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി, മാടപ്പേടിക, മഞ്ഞോടി, പാറാൽ, പള്ളൂർ, കാഞ്ഞിരത്തിന് കീഴ് ചുക്ലി KBMG കോളേജ്, ചുക്ലി FHSC, നാരായണൻ പറമ്പ്, ഒളവിലം, പള്ളിക്കുന്ന്, പടന്നക്കര തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ബസ് സർവീസ് നടത്തുമെന്ന് അധികാരികൾ അറിയിച്ചു. കോളേജ് കുട്ടികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായി. കുന്നോത്തുപറമ്പുകാർക്ക് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇനി തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് നേരെ പോയാൽ മതി. ചായക്കൊപ്പം സ്നാക്സും കിട്ടും. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസമേകാനാണ് സൗജന്യ ടീ ആൻഡ് സ്നാക്സ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു സ്ട്രോങ് ടീ എന്ന് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെത്തി ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ആശ്ചര്യപ്പെടേണ്ട. പഞ്ചായത്ത് നടപ്പാക്കുന്ന പൊതുജന സൗഹൃദ പദ്ധതിയാണിത്. ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ചായയും സ്നാക്സും നൽകും. പിന്നീട് അവരുടെ ആവശ്യം ചോദിച്ചറിഞ്ഞ് പോകേണ്ട സെഷനിലെത്തിക്കും. കുടുംബശ്രീക്കാണ് ടീ ആൻഡ് സ്നാക്സ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. കൊളവല്ലൂർ SI TK അഖിൽ ചായ കുടിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഒരു മുഖേനയായി ഈ ചായ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചിരിക്കുകയാണ്. കൂടുതലായിട്ട് പറയാനല്ല, ഈ പദ്ധതി കൂടാതെ നിങ്ങൾക്ക് വീണ്ടും മറ്റ് നൂതന ആശയങ്ങൾ, അതായത് ജനങ്ങളുമായി കൂടുതൽ അടുത്തിടക്കുന്ന കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് അതും നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വ്ളോഗർ ഷെഫ്ഷാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്നേഹമുള്ള ആൾക്കാരാണ്. അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എല്ലാവരും ഭയങ്കര എന്തെല്ലാം സുഖനല്ലേ നിങ്ങളൊരു ചോദ്യം കേട്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് പഞ്ചായത്ത് ചെയ്യാൻ പോകുന്ന ഈ ഒരു നല്ല കാര്യം ജനങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിക്കണം. ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ചായ പലഹാര വിരുന്ന് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്കൊരു ചരിത്രമാക്കി മാറ്റി തന്നെ വേണം. അതിന് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സപ്പോർട്ട് ചെയ്യും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് കിട്ടുന്ന വൈറലാക്കണം. കാരണം ഈ കാര്യം ലോകം അറിയണം. കേരളം മാത്രം അറിഞ്ഞാൽ പോരാ, ലോകം അറിയണം, ലോകം പറയണം. ഈ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ കുന്നോത്തുപറമ്പ് എന്ന പഞ്ചായത്തിൽ ഒരു ചെറിയ പഞ്ചായത്താണ്. അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ചായയും പലഹാരങ്ങളും കൊടുത്ത് അവരെ, അതായത് അവരെ ഒരു നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് അവരെ സെർവ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TK ചന്ദ്രൻ മാസ്റ്റർ, ഗിരീഷ് പോതിയാൽ, TM നാസർ, കരുവാങ്ങണ്ടി ബാലൻ, നടുവാളിൽ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK മുഹമ്മദ് അലി, KP സമീറ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NK സാഗർ, ബിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് നൂതന പദ്ധതിയായ ടീ ആൻഡ് സ്നാക്സിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ സേവനവും പ്രതീക്ഷിച്ചെത്തുന്ന ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ടീ ആൻഡ് സ്നാക്സ് അതുകൂടി
ആണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ സേവനം പ്രതീക്ഷിച്ചെത്തുന്ന ജനങ്ങൾക്ക് ആശ്വാസവും നൽകുന്ന ഒരു പദ്ധതി. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് അന്യമല്ല, സ്വന്തമാണ് എന്നൊരു ഫീലിംഗ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. അതിഥി എന്നതിനപ്പുറം അവകാശികളാണ് എന്ന സങ്കല്പം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന നിർദ്ദേശങ്ങളാണ്. ഏതായാലും ഈ പദ്ധതി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലുടനീളം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പരമാവധി ആളുകളുടെ സഹായ സഹകരണങ്ങൾ എല്ലാ രീതിയിലും ഈ പദ്ധതിയുടെ തുടർച്ചയ്ക്കായി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പാനൂർ ഒമാസ് ഹോട്ടലിനെതിരെ മലിനീകരണ പ്രശ്നത്തിൽ സമരം തുടരുമെന്ന് ഗ്രാമസംരക്ഷണ സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഒമാസ് MD നടത്തുന്ന അഴിമതി ആരോപണം സമരത്തെ പൊളിക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് ആരോപണ വിധേയനായ സമിതി ചെയർമാൻ പ്രദീപ് ശ്രീലഘവും മറ്റ് ഭാരവാഹികളും പറഞ്ഞു. സമരത്തെ പൊളിക്കുക എന്ന ഉദ്ദേശമാണ് ഹോട്ടൽ ഉടമയ്ക്കുള്ളത്. ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുവാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ഹോട്ടൽ ഉടമ നടത്തുന്നത്. പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടണം. സമരസമിതി ചെയർമാനും സ്കൂൾ മാനേജർക്കുമെതിരെ ഉയർന്ന ആരോപണം നിയമപരമായി നേരിടുമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അവിടെ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ടൊരു സംരക്ഷണ സമിതി രൂപത്തിൽ അവിടെയുള്ള ജനങ്ങളെ അവരുടെ കൂട്ടായ്മയോടുകൂടി നിർമ്മിക്കേണ്ടി വന്നു. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നമ്മുടെ ആ മേഖലയിൽ ഒരു ഹോട്ടൽ, ഒമാസ് എന്ന പേരിലുള്ള ഹോട്ടൽ നിലനിൽക്കുകയാണ്. ഏകദേശം ഒരു 7-8 മാസത്തോളമായി ഒമാസ് എന്ന ഹോട്ടൽ അവിടെ പ്രവർത്തിച്ചു വരും. അപ്പോ ഈ സ്ഥാപനങ്ങളോടോ അല്ലെങ്കിൽ മറ്റു ചില സംവിധാനങ്ങളോടോ നമ്മുടെ ഗ്രാമവാസികൾക്കോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾക്കോ അവരുടെ വികസനത്തിനോ ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വിഘാതമാവുന്ന തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അത് ജലമാലിന്യങ്ങളായിട്ട് ആ മേഖലയിലുള്ള എല്ലാ ജലസംഭരണികളിലും വന്നുകൂടുകയാണ്. കിണർ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ജലത്തിൽ അമോണിയയുടെ സാന്നിധ്യവും ഇരുമ്പിന്റെ അംശവും കൂടുതലായി കാണപ്പെടുന്നു. ജലത്തിന് ദുർഗന്ധമാണുള്ളത്. ഹോട്ടൽ ഉടമ പറയുന്ന പൊളിഞ്ഞ കക്കൂസ് ടാങ്ക് എവിടെയാണെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. സ്കൂൾ കിണർ നിർമ്മാണ വേളയിലെടുത്ത ഫോട്ടോ ആണ് ഹോട്ടൽ ഉടമ പുറത്തേക്ക് വിട്ടത്. വിദ്യാർത്ഥികൾക്ക് കിണർ ജലം ഇതുവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കുട്ടികൾ വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്നും പ്രസ്തുത ജലം ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പല വീട്ടുകാർക്കും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയാത്ത നിറവ്യത്യാസങ്ങൾ, രുചി വ്യത്യാസങ്ങൾ, അതുപോലെ സാന്ദ്രത കൂടുതൽ, ഇങ്ങനെയുള്ള കുറെ പരാതികൾ വരികയും അവര് അതെന്താ വിഷയമെന്ന് ആലോചിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് ഈ ഗ്രാമത്തിലുള്ള ഈ പ്രദേശത്തുള്ള എന്റെ മാനേജ്മെന്റ് കീഴിൽ എന്റെ അധീനതയിലുള്ള ഒരു LP സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളില് 2023 വർഷം ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA മോഹൻ സാറിന്റെ സഹായത്താൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കിണർ പാസായി. ജനകീയ ഗ്രാമ സംരക്ഷണ സമിതി, സ്കൂൾ PTA എന്നിവർ സബ് കളക്ടർ, കളക്ടർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരിശോധിക്കും എന്ന രീതിയിൽ ഈ നഗരസഭ ഉദ്യോഗസ്ഥർ ഉച്ചക്ക് വന്ന് സ്കൂളിലെയും കുളത്തിലെയും ഒമാസ് ഹോട്ടലിലെയും മാലിന്യ പ്ലാന്റിലെയും തൊട്ടടുത്ത് ഉള്ള കിണറിലെയും വെള്ളം പരിശോധനക്കായി കൊണ്ടുവരുന്നു 11-ാം തീയതി. അപ്പോൾ അതിന്റെ തൊട്ട് 10-ാം തീയതി രാത്രി ഈ പ്ലാന്റിൽ എന്തോ ഒരു കെമിക്കൽ കലർത്തുന്നത് രാത്രി
നമ്മൾ പകർത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ യാത്ര നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ നാട്ടിലെ ആളുകൾ ഈ മാലിന്യ പ്ലാന്റിൽ 10-ാം തീയതി രാത്രി 11 സമയത്തോടുകൂടി ഒരു കെമിക്കൽ കലർത്തുന്നുണ്ടായിരുന്നു ജീവൻ. സമരസമിതിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി പാനൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികളായ പ്രദീപ് ശ്രീലകം, പി രജിൽകുമാർ, കെ പ്രദീപൻ മാസ്റ്റർ, കെ പവിത്രൻ എന്നിവർ പറഞ്ഞു. ഉത്തര മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ അണ്ടല്ലൂർ കാവ് തിറയാട്ട മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പുരോഗമിക്കുന്നു. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ ബാലി സുഗ്രീവ യുദ്ധവും ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ സീതാദേവിയും മക്കളും എന്ന സങ്കല്പത്തിലുള്ള അതിരാളനും മക്കളും മുടി അണിഞ്ഞതോടെയാണ് ക്ഷേത്രമുറ്റത്ത് തെയ്യാട്ടങ്ങൾക്ക് തുടക്കമായത്. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ ബാലി സുഗ്രീവ യുദ്ധവും പ്രധാന ആരാധനാമൂർത്തിയായ ദേവതാറീശ്വരന്റെ തിരുമുടി അണിയലും ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ സീതാദേവിയും മക്കളും എന്ന സങ്കല്പത്തിലുള്ള അതിരാളനും മക്കളും മുടി അണിഞ്ഞതോടെയാണ് ക്ഷേത്രമുറ്റത്ത് തെയ്യാട്ടങ്ങൾക്ക് തുടക്കമായത്. നട്ടുച്ച നേരത്ത് നടന്ന ബാലി സുഗ്രീവ യുദ്ധം കാണികൾക്ക് ആവേശകരമായ അനുഭവമായി. യുദ്ധം മുറുകി കൊടുമുടിയിലെത്തിയ വേളയിൽ ബപ്പൂരൻ മധ്യസ്ഥനായി എത്തി ഇരുവരെയും അനുരഞ്ജിപ്പിച്ചു. ത്രിസന്ധ്യാ നേരത്ത് രാമമന്ത്രങ്ങൾ ഉരുവിട്ട് ക്ഷേത്രമുറ്റം വലം വെച്ച ഭക്തസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ പുറപ്പെട്ടത്. ശ്രീരാമ സങ്കല്പത്തിലുള്ള ദേവതാറീശ്വരനും ലക്ഷ്മണ സങ്കല്പമായ അങ്കക്കാരനും ഹനുമാൻ സങ്കല്പമായ ബപ്പൂരനും തിരുമുടി അണിഞ്ഞതോടെയാണ് കാവ് രാമായണ സ്മൃതികളാൽ നിറഞ്ഞത്. ഞായറാഴ്ച രാത്രി വൈകി മേലൂർ മണലിൽ നിന്ന് പുറപ്പെട്ട ഓലക്കുട എഴുന്നള്ളത്ത് കാവിലെത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. രാത്രിയിൽ താഴേക്കാവിലേക്ക് നടന്ന എഴുന്നള്ളത്തും സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിൽ നടന്ന പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ആട്ടവും ഭക്തർക്ക് പുത്തൻ അനുഭവമായി. രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് തിരികെ മേലക്കാവിലേക്ക് എഴുന്നള്ളുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങുകൾ സമാപിക്കും. വരും ദിവസങ്ങളിലും സമാനമായ കെട്ടിയാട്ടങ്ങൾ തുടരും. വെള്ളിയാഴ്ച പുലർച്ചെ തിരുമുടി അഴിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കുത്തകകൾക്കെതിരെ പടപൊരുതി സാധാരണക്കാരന്റെ ആശയും ആശ്രയവുമായ പ്രസ്ഥാനം COA. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലെ ചെറുകിട കേബിൾ ഇന്റർനെറ്റ് മേഖലയെ ചേർത്ത് പിടിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ സംഘടിത ശക്തിയാണ് COA അഥവാ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ശക്തരായ കുത്തകകളോട് പടപൊരുതി കേരളത്തിന്റെ തനത് ബ്രാൻഡായി മാറിയ കേരള വിഷൻ സമാനതകളില്ലാത്ത സംരംഭമാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം സേവനം നടത്തിവരുന്ന കേരള വിഷൻ
ഇന്ത്യയിലെ എണ്ണപ്പെട്ട 5 കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് മലയാളികൾ നൽകിയ അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. COAയുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് പാറാൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി 13, 14 തീയതികളിൽ നടക്കുന്നു. 13-ന് തൊക്കിലങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയെ തുടർന്ന് റൂറൽ ബാങ്ക് അങ്കണത്തിൽ KO പ്രശാന്ത് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. MLA-മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസന് പ്രണാമം അർപ്പിച്ച് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനപ്രണാമം ഗാനമേള അരങ്ങേറും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. സിറ്റി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കളക്ടറേറ്റ് മൈതാനത്ത് നടന്ന പരേഡിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസേർ സല്യൂട്ട് സ്വീകരിച്ചു. സിറ്റി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ 440 സീനിയർ കേഡറ്റുകൾ അണിനിരന്നു. SPC ബാച്ചിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലയിലെ 10 SPC വിദ്യാലയങ്ങളിൽ നിന്നും 20 പ്ലാറ്റൂണുകളിലായി 440 സീനിയർ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ്, അഡീഷണൽ SP AP ചന്ദ്രൻ, DDE ഷൈനി എന്നിവർ മുഖ്യാതിഥികളായി. കണ്ണൂർ സിറ്റി ADNO K. രാജേഷ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്ത് നടന്ന പരേഡിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, ഗവൺമെന്റ് HSS അരോളി, ഗവൺമെന്റ് HSS മുണ്ടേരി, ഗവൺമെന്റ് HSS ചാല, CHM HSS എളയാവൂർ, കൂടാളി HSS, IMNS ഗവൺമെന്റ് HSS മയിൽ, സേക്രഡ് ഹാർട്ട് ഗേൾസ് HSS തലശ്ശേരി, ഗവൺമെന്റ് HSS കണ്ണാടിപ്പറമ്പ്, സെന്റ് ജോസഫ് HSS തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളാണ് അണിനിരന്നത്. കമാൻഡർ K. രശ്നിക രതീഷ്, സെക്കൻഡ് ഇൻ കമാൻഡന്റ് TV ശിവരാം രാജീവ് എന്നിവർ പരേഡ് നയിച്ചു. മാലൂരിൽ എക്സൈസിന്റെ ചാരായ വേട്ട. മാലൂർ പൂവത്താർ കുണ്ട് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 60 ലിറ്റർ ചാരായം പിടികൂടിയത്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P. ഷിംനയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് തോടരികിൽ ഒളിപ്പിച്ച നിലയിൽ ചാരായം കണ്ടെത്തിയത്. സംഭവത്തിൽ അബ്കാരി നിയമപ്രകാരം കേസെടുത്തെങ്കിലും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി അധികൃതർ അറിയിച്ചു. തുടർ നടപടികൾക്കായി കേസ് കൂത്തുപറമ്പ് റേഞ്ച് ഓഫീസിനെ കൈമാറി. ഒരാഴ്ച മുൻപ് ഇതേ പ്രദേശത്ത് നിന്നും 5 ലിറ്റർ ചാരായവുമായി വിനോദൻ എന്നയാളെ എക്സൈസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വൻതോതിൽ ചാരായം പിടികൂടുന്നത്. ഇത്രയധികം അളവിൽ ചാരായം ശേഖരിച്ചതിന് പിന്നിൽ വൻ സംഘമുണ്ടോയെന്നും ഇതിന്റെ സ്രോതസ്സിനെക്കുറിച്ചും ഗൗരവമായ അന്വേഷണം നടന്നുവരികയാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ AK വിജേഷ് അറിയിച്ചു. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷിംനയ്ക്കൊപ്പം പ്രിവന്റീവ് ഓഫീസർമാരായ CP ഷാജി, അനീഷ് കുമാർ പൂവൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ PC ഷാജി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ C ജിജീഷ്, NK പ്രസൂൺ, ഡ്രൈവർ C ധനീഷ് എന്നിവരും പങ്കെടുത്തു. നാദാപുരത്ത് പൊറോട്ടയ്ക്ക് ചൂട് കുറഞ്ഞതിന് ഫാസ്റ്റ് ഫുഡ് കട യുവാവ് അടിച്ചു തകർത്തു. അക്രമത്തിൽ കട ഉടമയ്ക്ക് പരിക്കേറ്റു. പൊറോട്ടയ്ക്ക് ചൂട് കുറഞ്ഞതിനെ തുടർന്ന് നാദാപുരം പുറമേരിയിൽ ഫാസ്റ്റ് ഫുഡ് കട അടിച്ചു തകർത്തു. വെള്ളികുളങ്ങര സ്വദേശി സാദിഖിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തകർത്തത്. രാത്രി 7 മണിയോടെ കടയിലെത്തിയ ആൾ പൊറോട്ട ആവശ്യപ്പെട്ടു. പൊറോട്ട കൊടുത്തപ്പോൾ ചൂടില്ലെന്നാരോപിച്ച് കടക്കാരനെ തള്ളിമാറ്റുകയും കടയുടെ മുൻവശത്തെ ചില്ല് അടിച്ച് തകർക്കുകയുമായിരുന്നു. പരിക്കേറ്റ കടയുടമ സാദിഖ് നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പൂക്കോം മലയാറ്റീമൽ തറവാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രോഗി പരിചരണത്തിന് സാമ്പത്തിക സഹായവും റമദാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. മലയാറ്റീമൽ റഫീഖിന്റെ വീട്ടിലാണ് ചടങ്ങ് നടന്നത്. മലയാടിമൽ തറവാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷാവർഷം നടത്തിവരുന്ന റംദാൻ കിറ്റ് വിതരണോദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ നിർവഹിച്ചു. PV മുഹമ്മദ് അധ്യക്ഷനായി. സാമ്പത്തിക സഹായ വിതരണവും മുഖ്യപ്രഭാഷണവും പാനൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ KV റംല ടീച്ചർ നിർവഹിച്ചു.
സ്റ്റിംസിനുള്ള 25,000 രൂപയുടെ ധനസഹായ വിതരണം മുൻ കൗൺസിലർ ആവോലം ബഷീർ നിർവഹിച്ചു. STRCക്കുള്ള സഹായ വിതരണവും കൂടത്തിൽ നൌഷത്ത് ടീച്ചർ നിർവഹിച്ചു. സി മുജീബ്, നിസാർ പൂക്കോം, റഫീഖ് മലിയാടിമ്മൽ, KP ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. 10 കുടുംബങ്ങൾക്കാണ് ധനസഹായ വിതരണം നടത്തിയത്. സഹകരിക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിനുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആസൂത്രണ ബോർഡ് അംഗം KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണ ബോർഡ് അംഗം KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നമ്മളെ മുന്നോട്ട് വെക്കേണ്ട ലക്ഷ്യവും കാഴ്ചപ്പാടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജൈവവൈവിധ്യത്തെ മുഖവിലക്കെടുത്തുകൊണ്ടും ഒരു സുസ്ഥിര വികസന കാഴ്ചപ്പാട് ഊന്നിക്കൊണ്ടുള്ള വികസനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോയില്ലെങ്കിലും അത് നിലനിൽക്കില്ല എന്നതാണ് ലോകത്താകമാനം നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങളും കാണുന്നത്. അത് പ്രകൃതി വിഭവത്തെ സംരക്ഷിച്ചുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യശൃംഖല വികസിപ്പിച്ചുകൊണ്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയപരമായ നിയമപരമായ അധികാരമാണ് നമുക്കുള്ളതെന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സാമൂഹിക നീതിയും സാമ്പത്തിക സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കാനും നടപ്പിലാക്കാനുള്ള ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മളെല്ലാവരും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരൂൾ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജയപ്രകാശ് പന്തക്ക പദ്ധതി മാർഗരേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാട്, സ്ഥിരം സമിതി അധ്യക്ഷരായ PP പവിത്രൻ, OK അനുരാധ, K വിജിഷ, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് ആരതി, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിനാക്കാരായ്, മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് K സന്ധ്യാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്ന P സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധികൾക്ക് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം ഓരോ വിഭാഗങ്ങൾക്കുമുള്ള പദ്ധതികളുടെ രൂപരേഖ അവതരിപ്പിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം.
ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തുടർച്ചയായി 5ാം വർഷവും മുളന്തണ്ടിൽ പറവകൾക്ക് ദാഹജലമൊരുക്കി പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരൻ. പിണറായി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് GP ഷെർലി ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് GP ഷെർലി ഉദ്ഘാടനം ചെയ്തു. പ്രഭാകരൻ അവർ ആസൂത്രണം ചെയ്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ 4 വർഷമായി ഇങ്ങനെ പരിപാടി പൊതു ഇടങ്ങളിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലും മറ്റു സ്കൂളുകളിലൊക്കെ നടത്തി വരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ സഹജീവികളോടുള്ള ഏറ്റവും അനുകമ്പാപൂർണമായിട്ടുള്ള, തികച്ചും മാതൃകാപരമായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിലും ഉള്ള എല്ലാ പൊതു ഇടങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ കൊടും ചൂടാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷികളെ ഇങ്ങനെ വെള്ളം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ വന്ന് ഇരുന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ശ്രദ്ധിച്ച ആളുകൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് മുളന്തണ്ടിലാണ് അല്ലേ. ആ മുളന്തണ്ടിൽ തന്നെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള ഒരു കാര്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്ലാസ്റ്റിക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നിങ്ങൾ ഓരോ ദിവസവും അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നന്നായിട്ട് കുട്ടികളിലും മറ്റു സ്ഥലങ്ങളിലും പറയുന്ന ആളുകളും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ ബാലൻ അധ്യക്ഷത വഹിച്ചു. 1000 ഇടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ആയുഷ് ഹെൽത്ത് ക്യാമ്പയിനിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ ബാലൻ അംഗനവാടി ടീച്ചർമാർക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KK ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി. അച്ഛൻ കാട്ടുമീ കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം ഉള്ളിൽ പഠിക്കണം. അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഈ ജീവിതം സ്വർഗമാണെന്നു നാം നേരിൽ പഠിക്കണം. അമ്മയ്ക്കും അച്ഛനും പകരം ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ഓർത്ത് പഠിക്കണം. ആ കവിത അവസാനിപ്പിക്കുന്നതാണ്. മാതാപിതാക്കൾ നമ്മൾക്ക് സ്വന്തം. പഞ്ചായത്ത് അംഗം AC റീന, അംഗനവാടി സൂപ്പർവൈസർ E സൂര്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, മുളന്തണ്ടിൻ്റെയും കിറ്റിൻ്റെയും സൗജന്യ വിതരണം, യോഗ, ഔഷധ സസ്യ തിരിച്ചറിയൽ മത്സരം, കലാപരിപാടികൾ എന്നിവ നടന്നു. മുളന്തണ്ടിൻ്റെയും കിറ്റിൻ്റെയും വിതരണ ഉദ്ഘാടനം പരിസ്ഥിതി മിത്രം ജേതാവ് KC മോഹനൻ നിർവഹിച്ചു. KV അനു, V ഗീത, P ശ്രേയസ്, KC ഷീബ, M പ്രമീള, ബിന്ദു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പിണറായി പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിതരണം ചെയ്തു. കാളിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് P ഷെർലി ഉദ്ഘാടനം ചെയ്തു. പിണറായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിതരണം ചെയ്തു. കാളിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് P ഷെർലി ഉദ്ഘാടനം ചെയ്തു. ബിന്ദു ബാബു അധ്യക്ഷയായി. S സീന സ്വാഗതം പറഞ്ഞു. കേരള പ്രവാസി ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുബായ് KMCC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NA കരീം, ഖത്തർ KMCC സ്ഥാപക പ്രസിഡന്റ് OK അബൂബക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള ആദരവും റമളാൻ റിലീഫ് സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കേരള പ്രവാസി ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുബായ് KMCC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NA കരീം, ഖത്തർ KMCC സ്ഥാപക പ്രസിഡന്റ് OK അബൂബക്കർ അനുസ്മരണം എന്നിവ സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള ആദരവും റമളാൻ റിലീഫ് സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പാനൂർ ലീഗ് ഹൌസിൽ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ ഉദ്ഘാടനം ചെയ്തു.
തന്റെ നെറ്റിയിൽ വിയർപ്പുണങ്ങാത്ത സമയത്ത് കർമ്മമണ്ഡലത്തിൽ കണ്ണടച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തു തീർത്തത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പേ ഒരു രോഗിയെയും കൂട്ടി കരിമ്പേരത്ത് പോയി വളരെ വിലപിടിപ്പുള്ള മരുന്നാണ് ആ രോഗി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്ന് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ തൽക്കാലം 1 മാസത്തേക്കാണ് പറഞ്ഞത്. ആ 1 മാസത്തേക്ക് ഏൽപ്പിച്ചു പോന്നിട്ട് വർഷങ്ങളായി. ഇപ്പൊ മരണശേഷം അന്വേഷിക്കുമ്പോഴും ഈ രോഗിയായ കക്ഷി വീട്ടിൽ വന്ന് ജനാസ കണ്ട് പൊട്ടിക്കരയുന്നത് ഇയാൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുടരുകയാണ് ആ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന ഖത്തർ KMCCയുടെ നേതാവ് കോക്കർ കക്കാട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു സത്യം. ത്രിതല പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികൾക്കുള്ള ആദരവും മുതിർന്ന പ്രവാസികളായ ഉമ്മർ വിളക്കോട്, അബൂ പറാട് എന്നിവർക്കുള്ള ആദരവും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള നിർവഹിച്ചു. റംളാൻ സ്നേഹസ്പർശം പദ്ധതി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PPA സലാം പ്രവാസി ലീഗ് മണ്ഡലം ട്രഷറർ PC ഖാദർ ഹാജിക്ക് കൈമാറി നിർവഹിച്ചു. പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ മുഖ്യാതിഥിയായി. പ്രവാസി ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൂന്തോട്ടം അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TP മുസ്തഫ, B നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മോലശ്ശേരി, UP അബ്ദുറഹ്മാൻ, EM ബഷീർ, NP മുനീർ, നൌഷാദ് അണിയാരം, സലാം മൂര്യാട്, PK അലി, ബഷീർ ആവോലം, VP അബ്ദുള്ള ഹാജി, മുസ്തഫ മുതുവന, ഉമർകുട്ടി മൂര്യാട്, അബ്ദുള്ള വയലോരം, OP മുഹമ്മദ്, PK നാസർ എന്നിവർ സംസാരിച്ചു. മാഹി മർക്കസ് ഒ ഖാലിദ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്നേഹവിരുന്ന് എന്ന പേരിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി. 6ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഭക്ഷണ വിതരണം നടത്തിയത്. സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ സ്വയം പങ്കാളികളായി ഭക്ഷണ വിതരണം നടത്തി. ആശുപത്രിയിലെ നിരവധി രോഗികൾക്കും ബന്ധുക്കൾക്കും ഇത് പുത്തൻ അനുഭവമായി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റബീഹുൽ ഖൈസ് സഹദി, മോറൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മുഹമ്മദ് സക്കാഫി CT, സ്മൈൽ ക്ലബ്ബ് മെന്റർ അബൂബക്കർ അമാനി, വെഹിക്കിൾ കോർഡിനേറ്റർ കാസിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്നേഹവും കരുതലും പങ്കുവെക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ സാമൂഹ്യ ബോധം വളർത്തുന്നതിന് സഹായകരമാണെന്ന് റബീഹുൽ ഖൈസ് സഹദി പറഞ്ഞു. മർക്കസ് ഒ ഖാലിദ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ധാർമ്മിക ബോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലെറ്റ് സ്മൈൽ ക്ലബിൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾ തന്നെ ശേഖരിച്ച തുകയുമായിട്ട് ഇവിടുത്തെ പള്ളൂർ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്കുള്ള രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മാതൃകാ പരീക്ഷ നടത്തി. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂളിൽ നടത്തിയ പരീക്ഷയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ നിർവഹിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മാതൃകാ പരീക്ഷ നടത്തി. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂളിൽ നടത്തിയ പരീക്ഷയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരീക്ഷാ ഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഏറ്റവും വിലയേറിയ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷ എന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷ എന്നത്. അതിപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സാമ്പത്തിക ആനുകൂല്യം ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ ആ സാമ്പത്തിക ആനുകൂല്യത്തിനപ്പുറം കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിൽ ഈ പരീക്ഷയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ശിവപ്രിയ രാജേഷ് മുഖ്യാതിഥിയായി. KP രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. KK സനൽകുമാർ സ്വാഗതം പറഞ്ഞു. N ഷാനവാസ്, E പ്രമോദ്, M പ്രജീഷ്, ദിലീപ് കുമാർ, K രഞ്ജിത്ത്, K വിമല എന്നിവർ നേതൃത്വം നൽകി. 30 സ്കൂളുകളിൽ നിന്നായി 200 പേരാണ് പരീക്ഷ എഴുതിയത്. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് V പ്രസാദൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി പ്രത്യേക സമ്മാനങ്ങളും നൽകും. തലശ്ശേരി നിട്ടൂർ തെരു ശ്രീരാമനാൽ കീഴിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം 4 ദിവസങ്ങളിലായി ആഘോഷിച്ചു.
ആഘോഷത്തിന്റെ ഭാഗമായി ഗണപതി ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളത്ത് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബവഴക്കിനിടെ മകൻ വലിച്ചെറിഞ്ഞ മാതാവ് മരണപ്പെട്ടു. മരിച്ചത് അലവിൽ പള്ളിയാമൂലയിലെ വി ശാന്ത. കരുതലിന്റെ ചക്രങ്ങൾ ഉരുളുന്നു. തലശ്ശേരി MCC റൂട്ടിൽ KSRTCയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കം. പൊന്നം ഏഴരക്കണ്ടത്ത് കളരിപ്പയറ്റിന്റെ വിസ്മയം തുടരുന്നു. രണ്ടാം ദിനത്തിലും പൊടിപാറുന്ന പ്രദർശനം. മാലൂരിൽ എക്സൈസിന്റെ ചാരായ വേട്ട. മാലൂർ പൂവത്താർകുണ്ട് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ 60 ലിറ്റർ ചാരായം പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.